ഇതൊരു യാത്രയാണ്, ദേവാലയങ്ങളിൽ നിന്നും ദേവാലയങ്ങളിലേക്ക്, ദേവാലയ മാഹാത്മ്യങ്ങളുടെ കാണാ കാഴ്ചകളിലൂടെ. ഹരിതവർണം വാരി വിതറിയതുപോലെ തലയുയർത്തി നിൽക്കുന്ന പ്രകൃതിയുടെ മനോഹരമായ കാഴ്ച. ഇത് പുതുക്കാട്, തൃശൂർ ജില്ലയിൽ മുകുന്ദപുരം താലൂക്കിൽ ഉൾപ്പെടുന്നതാണ് ഈ പ്രദേശം. ഈ പ്രദേശത്തുകൂടെ കടന്നുപോകുന്ന ഏതൊരാൾക്കും കാണാൻ കഴിയും റോഡരികിൽ ഇത്തരം നിരവധിയായ പുകക്കുഴലുകളും ഓട് ഫാക്ടറികളും. പണ്ട് ഈ പ്രദേശത്തെ പ്രധാന വ്യവസായം ഓട് നിർമ്മാണമായിരുന്നു. ഇന്നത് ആധുനികമായ മറ്റു പലതിലേക്കും വഴിമാറിയിരിക്കുന്നു. ഇത് ദേശീയപാത 47. അനുനിമിഷം നിരവധി വാഹനങ്ങൾ ഇതുവഴി കടന്നുപോകുന്നു. ഇപ്പോൾ ഇവിടെ റോഡുകൾ, ഫ്ലൈ ഓവറുകൾ എന്നിവയുടെ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ പല റോഡുകളും താറുമാറായി കാഴ്ചയിൽ നമുക്കനുഭവപ്പെടുന്നു. വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന പുതുക്കാട് ജംഗ്ഷനാണിത്. ദേവാലയങ്ങൾ തേടിയുള്ള എൻ്റെ യാത്ര ഇന്നെത്തി നിൽക്കുന്നത് ഇവിടെയാണ്. ഇതൊരു ദേവാലയത്തിൻ്റെ മുകൾ ഭാഗമാണ്. പുതുക്കാട് ജംഗ്ഷനിൽ നിന്നുള്ള ദേവാലയത്തിൻ്റെ കാഴ്ച. അതെ, നഗരഹൃദയത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഇവിടുത്തെ ജനങ്ങളുടെ ആത്മീയവും ഭൗതികവും സാംസ്കാരികവുമായ ഒത്തുചേരലിൻ്റെ ഇടമാണ് ഈ ദേവാലയം. അതിനാൽ ഇന്ന് ഈ ദേവാലയത്തിൻ്റെ ചരിത്രത്തിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. സെന്റ് ആന്റണീസ് ഫൊറോന ദേവാലയം. വിശ്വം കാക്കുന്ന നാഥ, വിശ്വൈകനായക, ആത്മാവിലെരിയുന്ന തീയണയ്ക്കൂ, നിന്നാത്മചൈതന്യം നിറയ്ക്കൂ, ആത്മചൈതന്യം നിറയ്ക്കൂ. വിശ്വം കാക്കുന്ന നാഥ,
ഇടയൻ കൈവിട്ട കുഞ്ഞാടുകൾ ഇരുളിൽ കൈത്തിരി തിരയുമ്പോൾ, ഇടയൻ കൈവിട്ട കുഞ്ഞാടുകൾ ഇരുളിൽ കൈത്തിരി തിരയുമ്പോൾ, ആരുമില്ലാത്തവർക്ക് അഭയം നൽകും കാരുണ്യമെന്നിൽ ചൊരിയണമേ, കാരുണ്യമെന്നിൽ ചൊരിയണമേ. വിശ്വം കാക്കുന്ന നാഥാ, വിശ്വൈകനായക, ആത്മാവിലെരിയുന്ന തീയണയ്ക്കൂ, നിന്നാത്മചൈതന്യം നിറയ്ക്കൂ, ആത്മചൈതന്യം നിറയ്ക്കൂ. വിശ്വം കാക്കുന്ന നാഥ. പണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ദേവാലയം ഉണ്ടായിരുന്നില്ല. പുതുക്കാട് നിവാസികൾ കൗദാശിക ആവശ്യങ്ങൾ നിറവേറ്റിയിരുന്നത് ഏതാണ്ട് 6 കിലോമീറ്ററിലധികം ദൂരമുള്ള പറപ്പൂക്കര വിശുദ്ധ യോഹന്നാൻ നെബുംസിയാൻ ദേവാലയത്തിലായിരുന്നു. അത് വളരെ ക്ലേശകരമായ ഒരു കാലവുമായിരുന്നു. അതിനാൽ ഇവിടുത്തുകാരായ 32 കത്തോലിക്ക കുടുംബാംഗങ്ങളുടെ ഉറച്ച തീരുമാനത്തിൻ്റെയും അധ്വാനത്തിൻ്റെയും ശ്രമകരമായ വളർച്ചയാണ് ഈ ദേവാലയത്തിൻ്റെ ഉത്ഭവം. വെട്ടുകല്ലുകൾ, കുമ്മായം, മരത്തടികൾ, പനയോല ഇവ കൊണ്ടുള്ളതായിരുന്നു ആദ്യത്തെ പള്ളി. ദേവാലയ മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിൻ്റെ തിരുസ്വരൂപം കോതമംഗലം രൂപതയിലെ കല്ലൂർക്കാട് നിന്നും കൊണ്ടുവന്നു എന്നാണ് പരമ്പരാഗത വിശ്വാസം. അങ്ങനെ 1764 ഫെബ്രുവരി 12 ഈ ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കപ്പെട്ടുവെന്ന് ചരിത്രം. ദേവാലയം നിർമ്മിക്കപ്പെട്ടതിൻ്റെ സൂചന അറിയിക്കുന്ന അക്കാലത്ത് സ്ഥാപിച്ച ഈ ബോർഡിൽ 1760 മിശിഹാകാലം കുംഭമാസം ഫെബ്രുവരി 12 1764 AD എന്ന് എഴുതിയിരിക്കുന്നത് ഇപ്പോഴും ദേവാലയത്തിൻ്റെ ഭിത്തിയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഗോത്തിക് രൂപകൽപ്പനയാണ് ഈ ദേവാലയത്തിൻ്റെ അൾത്താരയിൽ ചെയ്തിട്ടുള്ളത്. 1777 ഏപ്രിൽ 7 ഈ പള്ളിയെ ഇടവകയായി പ്രഖ്യാപിച്ചത് അന്നത്തെ കൊടുങ്ങല്ലൂർ രൂപത മെത്രാൻ സർവദോസ്രെ തിരുമേനിയാണ്. ഇതാണ് ഈ വിശുദ്ധ ദേവാലയത്തിൻ്റെ മനോഹരമായ അൾത്താര. ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞ് യോഹന്നാനെ തൻ്റെ അമ്മയെ ഏൽപ്പിക്കുന്ന യേശുനാഥൻ്റെ കുരിശിലെ ചിത്രീകരണമാണ് ഈ അൾത്താരയുടെ നടുവിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഈ ദേവാലയം ഇവിടെ സ്ഥാപിതമാകുവാനായിട്ടുണ്ടായ കാരണങ്ങളിലൊന്ന്, ഇവിടെയുള്ള ജനങ്ങൾ അതുവരെ പറപ്പൂക്കര പള്ളിയിലാണ് തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരുന്നത്. അവിടേക്കാണ് ഇവിടെ നിന്ന് ക്രിസ്ത്യാനികൾ കുർബാന സ്വീകരണത്തിനും മറ്റ് ആവശ്യങ്ങൾക്കും പോയിരുന്നത്. അതിനിടയ്ക്ക് വലിയൊരു പാടമുണ്ട്. പാടം നിറച്ച് വെള്ളം വരും, വർഷകാലത്ത് മലവെള്ളം വരും, യാത്രാ സൗകര്യമില്ല. അതൊക്കെ കണക്കിലെടുത്ത് പലപ്പോഴും പള്ളിയിലേക്ക് പോകാൻ പറ്റാറില്ല ഇവിടുത്തെ ഭക്തർക്ക്.
അപ്പോൾ അതിനാലായിരിക്കണം അന്നത്തെ പഴയ ആളുകൾ ഇവിടെ ഒരു പള്ളി വേണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചതും അതിനുവേണ്ടി പരിശ്രമിച്ചതും. ലഭ്യമായ കണക്കുകളനുസരിച്ച് 1764 ഈ ദേവാലയം സ്ഥാപിതമായത്. 1777 ഇതൊരു ഇടവക ദേവാലയമായിട്ട് ഉയർത്തപ്പെട്ടു. ഇന്ന് വളർന്ന് ഏകദേശം 2000-ഓളം കുടുംബങ്ങളുള്ള 10,000-ഓളം കത്തോലിക്ക വിശ്വാസികളുള്ള ഒരു ദേവാലയമായിട്ട് അഭിവൃദ്ധി പ്രാപിച്ചു. 1973 ഈ ദേവാലയം ഒരു ഫൊറോന ദേവാലയമായിട്ട് ഉയർത്തപ്പെട്ടു. ഇതാകെ കാണായിരുന്നു. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരം തൊട്ട് കിഴക്കോട്ട് പാലപ്പള്ളി മല വരെയൊക്കെ വലിയ കാടുകളായിരുന്നു. അവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തുറവ് എന്നിട്ട് ചെറിയൊരു സ്ഥലമുണ്ട്. അവിടെ മാത്രമേ കുറച്ച് ജനവാസം ഉണ്ടായിരുന്നുള്ളൂ. അത് ഇപ്പോഴും ആ സ്ഥലത്തിന് തുറവ് എന്നാണ് പറയുന്നത്. തുറന്ന സ്ഥലം എന്ന അർത്ഥത്തിലായിരിക്കണം തുറവ് എന്ന് പറയുന്നത്. അവിടെയായിരുന്നു ആദ്യത്തെ കുടിയേറ്റം. അവിടെ നിന്ന് കിഴക്കോട്ട് പോയി പുതുക്കാട്ട് ഈ ഇപ്പോഴുള്ള കാണുന്ന അങ്ങാടിയിലേക്ക് ആളുകൾ കയറി അവിടെ വെട്ടി തെളിയിച്ച് ആ കാട്ടുപ്രദേശം ഒരുവിധം നല്ല ഗ്രാമമാക്കി മാറ്റി, ജനവാസയോഗ്യമായ ഗ്രാമമാക്കി മാറ്റി. അപ്പോൾ കാരണന്മാർ പറയുന്നത് ഈ കാട് വെട്ടി തെളിയിച്ചെങ്കിലും ആ കാട് എന്ന പേര് നിലനിർത്താൻ വേണ്ടി മാത്രം ആ കാട് ചേർത്ത് പുതുക്കാട് എന്നാക്കിയെന്നാണ്. ഇപ്പോൾ ഈ ദേവാലയത്തിൻ്റെ കീഴിലായിട്ട്, ഈ ഫൊറോനയുടെ കീഴിലായിട്ട് 16 ഇടവക പള്ളികളുണ്ട്. ഒപ്പം തന്നെ പറയാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോഴത്തെ തൃശ്ശൂർ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഈ ഇടവക അംഗമാണ്. അൾത്താരയിൽ ദിവ്യകാരുണ്യം വസിക്കുന്ന പരിശുദ്ധ സക്രാരി. ഈ ദിവ്യസവിധത്തിൽ ഹൃദയം ചേർക്കുന്നവർക്ക് ആശ്വാസം പകരാൻ, തൻ്റെ മക്കളെ ആശ്വസിപ്പിക്കാൻ അവിടുന്ന് ഇവിടെ കാത്തിരിക്കുന്നു. ദേവാലയത്തിൻ്റെ വലതുവശത്തെ ത്രോണസാണിത്. വിശുദ്ധ ലിഖിതത്തിലെ തോബിത്തിൻ്റെ കഥയിലെ തോബിത്തിനെയും റപ്പായേൽ മാലാഖയെയുമാണ് ഈ ത്രോണസിൽ നമുക്ക് ദർശനമാകുന്നത്. ഇടത്തെ ത്രോണസിലെ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ രൂപം. അത്ഭുതപ്രവർത്തകയായ നിത്യസഹായ മാതാവ്. വിശുദ്ധ വിൻസെന്റ് ഡി പോൾ. മറ്റു രൂപങ്ങളും ഇവിടെ കാണാം. ദേവാലയ മധ്യസ്ഥനായ പാതുവായിലെ വിശുദ്ധ അന്തോണീസിന്റെ രൂപവും കുരിശിന്റെ വഴിയുടെ രൂപങ്ങളും ഈ ദേവാലയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും പ്രകാശം
നമ്മിൽ ജനിപ്പിക്കും വിധമാണ്. വലിയ ഒരു ശാന്തതയാണ് ഈ ദേവാലയത്തിൻ്റെ ഉൾഭാഗം നമുക്ക് നൽകുന്നത്. ചൊവ്വാഴ്ചകളിലെ ദിവ്യബലിക്ക് വലിയ പ്രത്യേകതയുണ്ട്. വിശുദ്ധ അന്തോണീസിൻ്റെ നാമധേയത്തിലുള്ള ലതീഞ്ഞും നൊവേനയും മറ്റ് തിരുക്കർമ്മങ്ങളുമെല്ലാം അന്നേ ദിവസമാണ്. ഒരുപാട് ഭക്തജനങ്ങൾ ആ ദിവസം വന്ന് തടിച്ചുകൂടാറുണ്ട്. പ്രത്യേകമായിട്ട് ഒരുപാട് പേർക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളുമെല്ലാം ലഭിക്കുന്ന ഒരു ദിനം കൂടിയാണ് ചൊവ്വാഴ്ച ദിനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നിർമ്മലനായ വിശുദ്ധ അന്തോണീസേ, അങ്ങിൽ സ്നേഹവും ജീവിത വിശുദ്ധിയും വഴി സഹോദരങ്ങൾക്കായി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനുള്ള അമൂല്യവരങ്ങളാൽ ദൈവം അങ്ങേ സമ്പന്നനാക്കിയല്ലോ. അങ്ങയുടെ ജീവിത വിശുദ്ധിയിൽ പങ്കുചേരുവാൻ ആഗ്രഹിക്കുന്ന ഞങ്ങൾ അങ്ങയുടെ മാധ്യസ്ഥതയിൽ അനുഗ്രഹിക്കുന്നു. ഈ നാൾ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ അപേക്ഷിക്കുന്ന ആധ്യാത്മികവും ശാരീരികവുമായ എല്ലാ അനുഗ്രഹങ്ങളും വിശുദ്ധ അന്തോണീസേ, അങ്ങേ മാധ്യസ്ഥം വഴി ഞങ്ങൾക്ക് ലഭിച്ചു തരണമേ. പാപത്തിൽ നിന്ന് അതിജീവിക്കുവാനും എല്ലാ ദുഷ്ടാരൂപിക ശക്തിയിൽ നിന്നും മോചിതരാകാനും ഞങ്ങളെ സഹായിക്കണമേ. ക്ഷുദ്രജീവികളുടെ ആക്രമണത്തിൽ രക്ഷപ്പെടുവാനും കാണാതെ വസ്തുക്കൾ കണ്ടെത്തുവാനും നഷ്ടപ്പെട്ടവ കണ്ടെടുവാനും ഞങ്ങളെ സഹായിക്കണമേ. ശാരീരികവും മാനസികവും ആധ്യാത്മികവുമായ എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ദൈവത്തിനായി ദൈവപരിപാലന വിശ്വാസം അർപ്പിച്ച് ജീവിക്കുവാനുള്ള അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ. ആഗ്രഹങ്ങളും ആശയങ്ങളും കൂടാതെ ജീവിക്കുവാനും നിത്യജീവിതത്തിൽ അങ്ങോട്ട് കൊണ്ടുചേരുവാനും ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. ഈ പ്രാർത്ഥനകളും യാചനകളും ഞങ്ങളുടെ സമൂഹത്തിനും ദൈവജനം മുഴുവനും വിശുദ്ധ അന്തോണീസിന്റെ മാധ്യസ്ഥം വഴി നൽകണമേ എന്ന് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. വിശുദ്ധ അന്തോണീസേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അന്തോണീസേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അന്തോണീസേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശുദ്ധ അന്തോണീസ് പുണ്യവാന്റെ അനുഗ്രഹം ഇന്ന് പുതുക്കാടിൻ്റെ വളർച്ചയ്ക്കും വികസനത്തിനും ഇവിടുത്തെ ജനങ്ങളുടെ ആത്മീയ ഉണർവിനും വലിയ പങ്കാണ് വഹിക്കുന്നത്. ദേവാലയത്തിന് മുന്നിലെ പരിശുദ്ധ മാതാവിൻ്റെ ഗ്രോട്ടം, വിശുദ്ധ അന്തോണീസ് പുണ്യവാന്റെ ഈ ഗ്രോട്ടോയും ദേവാലയത്തിന് മുൻവശത്തുള്ളതാണ്. ദേവാലയ കവാടത്തിലെ റോഡരികിലുള്ള അന്തോണീസ് പുണ്യവാന്റെ കപ്പേള ജനുവരി 1, 1923 എന്ന വെഞ്ചിരിപ്പ് കർമ്മം തീയതിയും ഇതിൻ്റെ പിന്നിൽ കാണാം.
നിർഭാഗ്യം എന്ന് തന്നെ പറയട്ടെ. ഈ ദേവാലയം പല കാലങ്ങളിലായിട്ട് പുതുക്കി പണിതപ്പോൾ അന്ന് ഉണ്ടായിരുന്ന വൈദികർക്കോ ഇവിടെ ഉണ്ടായിരുന്ന വിശ്വാസി സമൂഹത്തിനോ ഈ ദേവാലയത്തിൻ്റെ പൈതൃകമായ സമ്പത്തിനെക്കുറിച്ച് വേണ്ടത്ര അവബോധമില്ലാതിരുന്നത് കൊണ്ട് അന്നുണ്ടായിരുന്ന പല സാധനങ്ങളും വിശുദ്ധന്മാരുടെ രൂപങ്ങൾ, ദേവാലയത്തിൽ മനോഹരമായ പെയിൻറ്റിങ്ങുകൾ, ഇതെല്ലാം ആ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി. ദേവാലയത്തിൻ്റെ പുനരുദ്ധാരണ സമയത്ത് അതൊക്കെ വേണ്ട വിധത്തിൽ കാത്ത് സംരക്ഷിക്കാത്തതിൻ്റെ പേരിൽ ഇന്ന് ഒന്നും തന്നെ അവശേഷിക്കുന്നില്ല എന്ന് പറയാം. ഇപ്പോൾ ഞങ്ങൾക്ക് പറയുവാനായിട്ടുള്ളത് പഴയ പ്രസംഗപീഠം, പുഷ്പം എന്നൊക്കെ വിളിക്കുന്ന ആ പഴയ പ്രസംഗപീഠം ധാരാളം കൊത്തുപണികളാൽ അലങ്കൃതമായത് ഇപ്പോഴും ദേവാലയത്തിൽ സ്ഥാപിതമായിട്ടുണ്ട്. വിശുദ്ധ അന്തോനീസിൻ്റെ ഒരു രൂപം ആനക്കൊമ്പിൽ തീർത്തതും ഇപ്പോഴും ദേവാലയത്തിൽ ഞങ്ങൾ കാത്ത് സംരക്ഷിച്ചു വരുന്നുണ്ട്. പിന്നീടുള്ളത് പാരീസിൽ നിന്നും വർഷങ്ങൾക്ക് മുമ്പ് കൊണ്ടുവന്ന 3 മണികൾ ഇവിടെ ഇപ്പോഴും ഞങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. കൂടുതലായിട്ട് ഒന്നും തന്നെ ഇവിടെ കാത്ത് സംരക്ഷിച്ചു എന്ന് പറയുവാനായിട്ട് ഞങ്ങൾക്കില്ല എന്നുള്ള കാര്യം കൂടെ ഈ അവസരത്തിൽ ഖേദപൂർവ്വം ഓർമ്മിക്കുന്നു. 1908 പാരീസിൽ നിന്നും കൊണ്ടുവന്ന ഈ മണികൾക്ക് പേരുകളുമുണ്ട്. സെന്റ് ആന്റണി, സെന്റ് ജോസഫ്, തിരുഹൃദയം എന്നിങ്ങനെയാണ്. ഈ മണിയുടെ പേരുകൾ കൂടാതെ പുതുക്കാട് ദേവാലയത്തിൻ്റെ വിലാസവും ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇടവകയിലെ പ്രധാനമായിട്ടും 2 തിരുനാളുകളാണ് ആഘോഷിക്കുന്നത്. ഫെബ്രുവരി മാസത്തിലെ തിരുനാൾ അത് 2 വിശുദ്ധന്മാരെ ഓർക്കുന്നതാണ്. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും വിശുദ്ധ റഫായേൽ മാലാഖയുടെയും തിരുനാൾ. രണ്ടാമത്തെ തിരുനാൾ മെയ് മാസത്തിലാണ്, വിശുദ്ധ അന്തോണീസിൻ്റെ ദർശന തിരുനാൾ. 2 തിരുനാളുകളിലും ഇടവജനത്തിൻ്റെ വലിയ വിശ്വാസത്തിൻ്റെ കൂട്ടായ്മയും വിശ്വാസത്തിൻ്റെ പ്രകടനവുമാണ് പ്രതിഫലിച്ച് കാണുന്നത്. തൃശ്ശൂർ അതിരൂപതയിലെ ഒട്ടുമിക്ക ഭക്തസംഘടനകളുമുള്ള ഇടവകകളിൽ ഒരു ഇടവകയാണ് പുതുക്കാട് ഇടവക. ഏകദേശം 20ഓളം ഭക്തസംഘടനകൾ സജീവമായി തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നു. പേരിന് മാത്രമല്ല, എല്ലാ ഭക്തസംഘടനകൾക്കും അവരുടേതായ കാരിസമും അതുപോലെ തന്നെ അവരുടേതായ പ്രവർത്തന ശൈലികളുമുണ്ട്. ഈ ദേവാലയത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയും ഇതിൻ്റെ യശസ്സ് നിലനിർത്തുന്നതിന് വേണ്ടിയും ഞങ്ങളെ ഉള്ള കഴിവുകളൊക്കെ ഉപയോഗിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. ഇവിടുത്തെ ആധ്യാത്മിക പുരോഗതി എന്ന് പറയുമ്പോൾ ഈ ഇടവകയിൽ നിന്നും തന്നെ 30ഓളം വൈദികർ ഇതുവരെ ഉണ്ടായിട്ടുണ്ട്. 300ഓളം സന്യാസിനികളും ഇതുവരെ ഉണ്ടായിട്ടുണ്ട്. ഈ പള്ളി ഇവിടെ പണി കഴിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ പുതുക്കാട് എന്ന് പറഞ്ഞ ഒരു ടൗൺ ഇവിടെ ഉണ്ടാവുമായിരുന്നില്ല. 1725 ആണ്ടിലാണ് ദർശനസഭ ഇവിടെ സ്ഥാപിതമായത്. അപ്പോൾ ഞങ്ങൾ ദർശനക്കാർ 125ഓളം പേരുണ്ട്. അപ്പോൾ വളരെ ആത്മീയമായിട്ട് മാസകുർബാനകളിലും ആദിമാസ വെള്ളിയാഴ്ചകളിലും പിന്നെ ശവസംസ്കാര ചടങ്ങുകളിലും ഞങ്ങൾ സഭാവസ്ത്രമണിഞ്ഞ് ഭക്തിപൂർവ്വം നിർവഹിക്കുന്നു. പുതുക്കാടിൻ്റെ സാമൂഹിക സമകാലീന പ്രശ്നങ്ങളിൽ KCUN ശക്തമായി ഇടപെടുകയും ജനങ്ങൾക്ക് നീതി നടത്തി തരുന്നതിന് വേണ്ടി ശക്തമായി പ്രവർത്തിച്ചു വരികയും ചെയ്യുന്നു. എല്ലാവരെയും ഒരേ സ്വരത്തിൽ ഒന്നിപ്പിച്ച് അവരുടെ സ്തുതിഗീതങ്ങൾ നല്ല ഭയഭക്തി ബഹുമാനത്തോടു കൂടി ആലപിച്ച് ഒരു സങ്കീർത്തനം പോലെ അത് നല്ല രീതിയിൽ കൊണ്ടുപോകുവാൻ ഞങ്ങൾ പരമാവധി പരിശ്രമിക്കുന്നുണ്ട്. മരണം വരുമൊരു നാളോർക്കുകമത്യാദി കൂടെ പോലും നിൻ ജീവിത
ശുഭചേരികളും പുതുക്കാടിൻ്റെ ക്രൈസ്തവ വിശ്വാസത്തിന് അടിത്തറ പാകിയ പൂർവികർ ഇവിടെ നിത്യവിശ്രാന്തി കൊള്ളുമ്പോൾ അവർക്ക് പ്രാർത്ഥനകളുടെ നറുമലരുകൾ അർപ്പിക്കാൻ വന്നണയുകയാണ് പ്രിയമുള്ളവർ. കർത്താവേ, അവിടുത്തെ ഈ പരിശുദ്ധ ആലയം എത്ര മഹോന്നതം! ഓരോ വിശ്വാസിയും അങ്ങയുടെ ഈ സവിധത്തിൽ വന്നണയുമ്പോൾ അങ്ങ് നൽകുന്ന സാന്ത്വനം ഇവിടെയായിരിക്കുമ്പോൾ ഞങ്ങൾ തിരിച്ചറിയുന്നു. ഓ ദിവ്യസ്നേഹമാകുന്ന ഉണ്ണീശോയുടെ വിശ്വസ്ത സ്നേഹിത, വിശുദ്ധ അന്തോണീസേ, ഇനിയും അവിരാമം അങ്ങ് ഞങ്ങൾക്കു വേണ്ടി സ്വർഗസ്ഥനായ പിതാവിനോട് മാധ്യസ്ഥം വഹിക്കണമേ. ചരിത്രം ഇനിയും ബാക്കി വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ബാക്കി ഭാഗത്തിനായി കാത്തിരിക്കുക അടുത്ത എപ്പിസോഡിൽ ദേവാലയങ്ങളിലൂടെ.